ഇവിടെ ഒരു പയ്യൻ ഉറങ്ങിക്കിടന്നപ്പോ അവന്റെ അച്ഛൻ വന്നവനെ ഉണർത്തുകയാണ്. എന്നിട്ടൊരു ബക്കറ്റ് കയ്യിൽ കൊടുത്തിട്ട് അവര് വളർത്തുന്ന ലാമ്പയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറയുന്നു. അപ്പൊ തന്നെ അവന്റെ അച്ഛൻ അതിലൊരു ലാമ്പയെ എടുത്ത് കുലുക്കി നോക്കിയിട്ട് അതിനെ ട്രക്കിൽ കയറ്റി വിൽക്കാൻ കൊണ്ടുപോകുന്നു. ഇത് കണ്ട് ആ പയ്യന് ഭയങ്കര സങ്കടം വരാണ്. പക്ഷെ എല്ലാ ലാമകളിൽ നിന്നും വളരെ വ്യത്യാസമായ ഒരു ഗ്രീൻ ലാമ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ അച്ഛൻ കാണാതെ അവൻ ആ ലാമയെ ഒളിപ്പിച്ച് വളർത്തുന്നു. അങ്ങനെ പിറ്റേന്ന് കുട്ടിപ്പയ്യൻ മരത്തിൽ നിന്ന് മിഠായി പറിക്കാനായിട്ട് വരികയാണ്. എന്താ അവന്റെ അച്ഛൻ മിഠായി പറിച്ചു കഴിഞ്ഞ് ബക്കറ്റ് കൊണ്ടുപോയതും അവന്റെ ബക്കറ്റ് കാലിയായിരുന്നു. അങ്ങനെ വിഷമിച്ച് നിന്ന പയ്യന്റെ അടുത്ത് ഗ്രീൻ ലാമ വന്നിട്ട് ബക്കറ്റ് ഫുള്ള് മിഠായി നിറച്ചു കൊടുക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൻ ഉറങ്ങിക്കിടന്നതും ആ ലാമ വന്നവനെ നേരത്തെ എഴുന്നേപ്പിക്കുകയാണ്. അപ്പൊ മോൻ നേരത്തെ എണീറ്റത് കണ്ട അച്ഛൻ ഞെട്ടുന്നു. പക്ഷെ അപ്പോഴും ആ ലാമയെ അവൻ പുറത്ത് കാണിക്കാതെ വളർത്തുകയാണ്. കാരണം അച്ഛൻ അതിനെയും കൊണ്ട് വിൽക്കുമെന്നായിരുന്നു അവന്റെ പേടി. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം അവൻ സീക്രട്ട് ലാമയുമായിട്ട് കളിക്കുന്നത് അച്ഛൻ കാണുന്നു. പക്ഷെ പിറ്റേന്ന് രാവിലെ ആയതും അവനെ എണീപ്പിക്കാനായിട്ട് ആ ലാമ വന്നതേയില്ല. ഉടനെ ചാടി എണീറ്റ് അവൻ നോക്കുമ്പോൾ അവന്റെ റൂമിൽ നിറയെ ബലൂൺസ് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് ഒരു ലാമ ഓർണമെന്റ് ആയിട്ട് അവിടെ കിടക്കുന്നതാണ്. അത് കണ്ട് ഞെട്ടിയ പയ്യൻ പേടിച്ച് അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്നതും അവന്റെ ലാമ അവിടെ തന്നെയുണ്ട്. ശരിക്കും ഇന്ന് അവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അച്ഛനും ലാമയും ചേർന്ന് അവനൊരു സർപ്രൈസ് കൊടുത്തതായിരുന്നു. അങ്ങനെ ലാമയുടെയും മകന്റെയും ഫ്രണ്ട്ഷിപ്പ് കണ്ട അച്ഛൻ അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.